ഹായ് ഓൾ, വെൽക്കം ടു മൈ ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ എടുക്കാൻ പോകുന്നത് ക്ലാസ് 5 അടിസ്ഥാന പാഠാവലിയാണ് കേട്ടോ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങളുടെ കൂട്ടുകാർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇതിൽ രണ്ടാമത്തെ യൂണിറ്റിൽ വരുന്ന അഞ്ചാമത്തെ ഒരു കവിതയാണ് കേട്ടോ അഞ്ചാമത്തെ പാഠമായിട്ട് വരുന്നത്. പരിക്കേറ്റ കുട്ടിയാണ്. അതിൻ്റെ പാഠഭാഗങ്ങളിൽ വരുന്ന ക്വസ്റ്റ്യൻസൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കവിത വായിച്ചപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഒരു കുട്ടി അവിടെ പരിക്കേറ്റിരിക്കുന്നു അല്ലേ. അപ്പോൾ എഴുതിയിട്ടുള്ളത് കുമാരനാശാനാണ്. അദ്ദേഹത്തിൻ്റെ പുഷ്പവാടി എന്ന് പറഞ്ഞിട്ടുള്ളതിലാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത് കവിത മൗനമായിട്ട് വായിച്ചിട്ട് അതിൻ്റെ ഈണം കണ്ടെത്തുക. അപ്പോൾ ക്ലാസ്സിൽ ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ്. ഓരോ ഗ്രൂപ്പുകാരും ഓരോ ഈണത്തിൽ ഈ കവിത ചൊല്ലാനാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അപ്പോൾ നിങ്ങളത് ഈണത്തിൽ ചൊല്ലാൻ നോക്കുക കേട്ടോ. രണ്ടാമത്തെ ചോദ്യം ചോദിച്ചിട്ടുള്ളത് പുതിയ പദങ്ങൾ. കവിത ചൊല്ലുമ്പോൾ ചില പുതിയ വാക്കുകൾ കണ്ടെത്തിയോ. അപ്പോൾ നമുക്ക് നോക്കാം. നിങ്ങൾ കവിത വായിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏതാണ് പുതിയ വാക്ക് എന്നുള്ളത് നിങ്ങൾ നോക്കി വയ്ക്കുക. പുസ്തകത്തിലെ പദപരിചയം നോക്കിയും ടീച്ചറോട് ചോദിച്ചും അവയുടെ അർത്ഥം മനസ്സിലാക്കി നോട്ട് പുസ്തകത്തിൽ എഴുതണം. അപ്പം ഞാൻ നിങ്ങൾക്ക് അതിൽ വന്നിട്ടുള്ള കുറച്ച് പുതിയ പദങ്ങൾ പരിചയപ്പെടുത്തി തരാം. അതിൻ്റെ മീനിങ്ങും ഞാൻ എഴുതാം കേട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ അത് വരുന്നത് ഒന്നാമത്തെ അക്ഷയമാണ്. അക്ഷയം എന്ന് പറയുന്നത് നശിക്കാത്തത്. രണ്ടാമത്തത് അന്ധ, കാഴ്ചയില്ലാത്തവളെയാണ്. അപ്പോൾ കാഴ്ചയില്ലാത്തവൾ ആണ് ഉത്തരമായിട്ട് വരുന്നത് കേട്ടോ. മൂന്നാമത്തത് അമ്പാട്, അതായത് സ്നേഹത്തോടെ. പിന്നെ അലോഗ്യം, ഇഷ്ടമില്ലായ്മ, ദേഷ്യം. പിന്നെ അളിയാണ്, അത് വണ്ടിനെയാണ് കേട്ടോ അത് പറയുന്നത്. അടുത്തത് ഇരിക്കപ്പൊറുതി, മനസ്സിന് സമാധാനം, സ്വസ്ഥത. ഓക്കെ. അടുത്തത് ഉജ്ജ്വല നക്ഷത്രം, അതായത് തിളങ്ങുന്ന നക്ഷത്രം. പിന്നെ ഉരച്ച്, പറഞ്ഞ്. ഒക്കിൽ, അരക്കെട്ടിൻ്റെ ഒരു വശത്ത്. ഓരത്ത്, സമീപം, അരികെ. കഷ്ടത, വിഷമം. കുഴഞ്ഞു മറിയുക, സങ്കീർണമാവുക. കുന്നുകുന്ന്, നന്നായി കുനിഞ്ഞ്. കൊഞ്ഞനം കുത്തുക, മുഖം കോട്ടി പരിഹസിക്കുക. പിന്നെ കോറിയിടുക, വരച്ചിടുക. കോലായ, വീടിൻ്റെ ഉറയം, വരാന്ത. പിന്നെ ക്ഷതം, മുറിവ് അല്ലെങ്കിൽ പരിക്ക്. ചിണുങ്ങുക, കൊഞ്ചി പറയുക, ചെറുതായി വാശി പിടിക്കുക. ചെറുവാല്യക്കാരൻ, ചെറുപ്പക്കാരൻ. തെരുവോരം, തെരുവിൻ്റെ അരിക്. ദുരന്തം, ആപത്ത്. പുലരാൻ കാലത്ത്, അതിരാവിലെ. പൊടപാട്, വലിയ കഷ്ടപ്പാട്. പെടാപ്പാട്, വലിയ കഷ്ടപ്പാട്. പൈതൽ, തീരെ ചെറിയ കുട്ടി. ഭൂഷണം, അലങ്കാരം. മയക്കുവിദ്യ, മയക്കാനുള്ള സൂത്രം. മരവിക്കുക, അനങ്ങാൻ കഴിയാതാവുക. മൂർധാവ്, നെറുക. ശശി, ചന്ദ്രൻ. ശുണ്ഠി, ദേഷ്യം, വാശി. സ്ഫുരസിച്ച, അപ്പോൾ തെളിഞ്ഞ, പ്രകാശിച്ച. അപ്പോൾ ഇത്രയൊക്കെയാണ് അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള പുതിയ വാക്കുകൾ കേട്ടോ. അപ്പോൾ അത് എഴുതിയെടുക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, കവിതയിലെ അമ്മയും കുട്ടിയും. കുട്ടിക്ക് പരിക്കുണ്ടാവാൻ എന്തെല്ലാം കാരണങ്ങളുണ്ട്? അമ്മ കുട്ടിയെ സമാധാനിപ്പിക്കുന്നത് എങ്ങനെ? കരയുന്ന കുട്ടി ചിന്തിക്കാൻ തുടങ്ങിയത് എപ്പോഴാണ്? ഗ്രൂപ്പുകളായിരുന്ന് കവിത വായിച്ച് ഈ കാര്യങ്ങൾ കണ്ടെത്തൂ. ക്ലാസ്സിൽ പൊതുതായി അവതരിപ്പിക്കൂ. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഉത്തരം വരുന്നത് ഞാൻ പറഞ്ഞു തരാം. കുട്ടിക്ക് എങ്ങനെയാണ് പരിക്കുണ്ടായത്, അതുപോലെ അത് ഉണ്ടായപ്പോൾ അമ്മ എങ്ങനെയാണ് കുട്ടീനെ സമാധാനിപ്പിച്ചത്, അതേപോലെ തന്നെ ആ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ നമ്മുടെ കുട്ടി. അപ്പോൾ അതെങ്ങനെയാണ് ചിരിക്കാൻ തുടങ്ങിയത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഉത്തരം വരുന്നത് കുട്ടികൾ കുസൃതി കുടുക്കുകളാണ്. അവർക്ക് വീഴ്ചകൾക്ക് ധാരാളം സാധ്യതയുണ്ട്. മരം കയറിയതും വീട്ടിലെ ഉപകരണങ്ങളിലും മറ്റും അവർ കയറുകയും ഇറങ്ങുകയും ഓടുകയും മറിയുകയും ചെയ്യും. അവരുടെ വിനോദങ്ങളാണ് ഇതെല്ലാം. കവിതയിലും കുട്ടി പലതവണ കട്ടിലിൽ കയറുകയും വീഴുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ കവിതയിൽ എന്ത് ചെയ്യുന്നുണ്ട്? കട്ടിലിൽ നിന്ന് വീഴുകയൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ കുട്ടി. അപ്പോൾ കുട്ടികൾ കളിക്കേണ്ട ഒരു പ്രായമാണെന്നാണ് പറയുന്നത്.
പനിനീർ പൂവിൻ്റെ മുള്ളുകൊണ്ടും മരം കയറിയും ഒക്കെ കുട്ടി വീഴ്ചകൾ മുറിവുകൾ ഒക്കെ നേരിടുന്നുണ്ട്. എന്നാൽ ഈ വീഴ്ചകളിലൊന്നും നീ പേടിക്കുകയോ തളരുകയോ വേണ്ട എന്ന് അമ്മ പറയുകയും ഈ വീഴ്ചകളെല്ലാം നിനക്കുള്ള പാഠങ്ങളാണെന്ന് അമ്മ സ്നേഹത്തോടെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. ഈ വീഴ്ചകൾ പതറാൻ ഉള്ളതല്ല എന്ന് അമ്മയുടെ സ്നേഹമുള്ള പരിഗണനയിൽ നിന്നും തിരിച്ചറിഞ്ഞ കുട്ടിയിൽ നിന്നും വേദന അകലുകയും ചിരിക്കുകയും ചെയ്തു. അതായത് കുട്ടി വീഴുമ്പോൾ, അതായത് നല്ലപോലെ അവൻ കരയുന്നുണ്ട്. അപ്പോൾ കരയുമ്പോൾ എന്താണ് പറയുന്നത് അമ്മ? ഇതൊന്നും നീ പേടിക്കണ്ട, ഇതൊക്കെ ഇതിനേക്കാൾ നമ്മൾ എന്താ പറയുക, ഇതിനേക്കാൾ എന്തോ വലുത് വരാനുണ്ട്. പക്ഷെ നമ്മൾ ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇതിനൊക്കെ ഇങ്ങനെ പേടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണെന്നുള്ള അമ്മയുടെ ഉപദേശത്തിൽ കുട്ടി കരച്ചിൽ നിർത്തുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം അത് എഴുതിയെടുക്കുക. അടുത്തത് വാക്കുകൾ കൊണ്ടുള്ള ചിത്രം. ഉരിച്ച വണ്ണാക്ഷതമോരുതുമേ തിരിച്ചു ചുംബിച്ചാളുടനമ്മ സ്ഫുരിച്ച പുഷ്പത്തെളിയെ പോലെ കുട്ടി ചിരിച്ചാൽ കാറും നീങ്ങും ശശി പോലെ. അപ്പോൾ ആ കവിതയിലുള്ള ഒരു വരിയാണ് കൊടുത്തിട്ടുള്ളത്, 4 വരിയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വേദനിച്ചു കരയുന്ന കുട്ടിയുടെ അടുത്തെത്തുന്ന അമ്മയുടെ ആശ്വസിപ്പിക്കൽ, കുട്ടിയുടെ ഭാവമാറ്റം, ഇക്കാര്യങ്ങളെല്ലാം ഈ 4 വരികളിലുണ്ട്. ഇതിൽ അമ്മ കുഞ്ഞിനെ ആശ്വസിപ്പിക്കുമ്പോൾ കുട്ടിയിലുണ്ടാകുന്ന ഭാവമാറ്റം എത്ര മനോഹരമായിട്ടാണ് കവി ആവിഷ്കരിക്കുന്നത്. വരികൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടീനെ അമ്മ ഉപദേശിക്കുകയാണ്, ഇതൊന്നും അത്ര കാര്യമാക്കണ്ട അതല്ലേ. അപ്പോൾ ആ ഉപദേശിച്ചോട് കുട്ടി കരച്ചിൽ നിർത്തുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് ഉത്തരവിടെ കൊടുക്കാം. തൻ്റെ വീഴ്ചകളിൽ ഉണ്ടായ മുറിവിനാൽ അമ്മയെ ഭയന്ന് നിലവിളിച്ച് കുഞ്ഞിനെ വിടർന്ന പൂവിൽ ഒരു വണ്ട് എത്രമാത്രം ആഴത്തിൽ ചുംബിക്കുമോ അത്രമാത്രം സ്നേഹത്തോടെ അമ്മ ചേർത്തണച്ചു. അമ്മയുടെ സ്നേഹത്തിൽ തൻ്റെ വേദനയും മുറിവുകളും ഇല്ലാതായി എന്ന് കുഞ്ഞിന് തോന്നി. അതോടെ തൻ്റെ വേദനകൾ മറന്ന് കുഞ്ഞിൻ്റെ മുഖം ചിരിയാൽ മനോഹരമായി. വേദനിക്കുന്നവർക്ക് നൽകുന്ന സ്നേഹവും പരിഗണനയും അവരിൽ നിറയ്ക്കുന്ന ഉന്മേഷം, ആശ്വാസം എത്രമാത്രമാണെന്ന് തിരിച്ചറിയുന്ന വരികളാണിത്. അതായത് കുട്ടി കരയാണ്, കുട്ടിക്ക് മുറിവുണ്ടായപ്പോൾ കുട്ടിക്ക് പേടി, ഇത് ഈ മുറിവ് കാണുമ്പോൾ ഈ അമ്മ ചീത്ത പറയുമോ എന്നുള്ള ഒരു പേടിയൊക്കെ അവനുണ്ട്. എന്നാൽ നേരെ തിരിച്ചാണ് ഉണ്ടായത്. അമ്മ അതിനെ ചീത്ത പറയാതെ അവനെ സ്നേഹിച്ച് ആശ്വസിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ ആശ്വാസവാക്കും ആ സ്നേഹപ്രകടനം കൊണ്ട് അവൻ ആ മുറിവിൻ്റെ വേദന മറക്കാണ് കേട്ടോ ചെയ്യുന്നത്. അടുത്തത് ആസ്വാദനം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ചുവടെ കൊടുത്ത മനോപടം നോട്ട് പുസ്തകത്തിൽ എഴുതി പൂർത്തിയാക്കുക. അപ്പോൾ സമാന കവിതകൾ, കവിയെക്കുറിച്ച് ഇഷ്ടപ്പെട്ട വരികൾ, സവിശേഷ പ്രയോഗങ്ങൾ, കവിതയിലെ ആശയം, പരിക്കേറ്റ കുട്ടി. നമ്മൾ ഒരു ആസ്വാദന കുറിപ്പാണ് എഴുതുന്നത്. അപ്പോൾ ആസ്വാദന കുറിപ്പ് എഴുതുമ്പോൾ നിങ്ങൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത് ആ കവിതയിലെ ആശയമാണ്. നല്ല പോലെ കവിത, അപ്പം നമ്മൾ ഈ ഒരു കവിതയിൽ എന്താ പറയുന്നത്, ഈ കുട്ടിക്ക് ഒരു ചെറിയ പരിക്ക് പറ്റുന്നു, കുട്ടി പേടിക്കുന്നുണ്ട്. ആ മുറിവ് അമ്മ അറിയുമ്പോൾ എന്തെങ്കിലും പ്രശ്നം അല്ലെങ്കിൽ ചീത്ത പറയുമെന്ന് പേടിക്കുന്നുണ്ട്. എന്നാൽ അവൻ ചിന്തിച്ചതിൽ നിന്നും വ്യത്യസ്തമായിട്ട് അവൻ്റെ അമ്മ ആ മുറിവ് കണ്ടപ്പോൾ ചീത്ത പറയുന്നതിന് പകരം അവന് ആശ്വാസവാക്കുകൾ നൽകുകയാണ് ചെയ്തത്, സ്നേഹവും. അപ്പോൾ അത് രണ്ടും കിട്ടിയപ്പോൾ അവൻ്റെ വേദന അങ്ങ് മറക്കുകയാണ് അല്ലേ. അങ്ങനെ അത്രയും മനോഹരമായിട്ടാണ് ആ കവിത കുമാരനാശൻ പറയുന്നത്. അപ്പോൾ എപ്പോഴും ആസ്വാദനക്കുറിപ്പ് തരുമ്പോൾ ആദ്യം കവിത വായിച്ചിട്ട് കവിതയിൽ എന്താണ് ഉള്ളടക്കം എന്ന് നല്ല രീതിക്ക് മനസ്സിലാക്കിയിരിക്കണം. പിന്നെ ആരാണ് കവിത എഴുതിയിട്ടുള്ളത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏത് ഭാഗത്ത് നിന്നാണ് ആ കവിത എഴുതിയിട്ടുള്ളതെന്ന് നമ്മൾ ആ ആസ്വാദനക്കുറിപ്പിൽ ഉൾപ്പെടുത്തണം. പിന്നെ കവിയെക്കുറിച്ച്, അപ്പോൾ ഞാൻ പറഞ്ഞില്ല ആരാണ് എഴുതിയ കവി. അപ്പോൾ ഇവിടെ നമ്മൾ കവി എന്ന് പറയുന്നത് കുമാരനാശാനാണ്. നിങ്ങൾക്കറിയാം അദ്ദേഹം വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു കവിയാണല്ലേ. ഇനി നിങ്ങൾക്ക് ഇതിന് സമാനമായിട്ട് വരുന്ന ഏതെങ്കിലും കവിതകൾ ഉണ്ടോ എന്ന് വിശകലനം ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മൾ എന്തായാലും ആസ്വാദനക്കുറിപ്പിൽ എഴുതേണ്ടതാണ്. നമുക്ക് ഇത്രയും വരികളുണ്ട് അല്ലേ, നമുക്ക് ഈ കവിതയിൽ തന്നു. അതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരികൾ നിങ്ങൾ എന്താ സ്പെസിഫിക് ആയിട്ട് തുറന്ന് പറഞ്ഞ് തന്നെ എഴുതണം. ഇപ്പോൾ ആസ്വാദനക്കുറിപ്പ് എനിക്ക് ഇന്ന വരികളാണ് ഇഷ്ടമായതെന്ന് നിങ്ങൾ നിങ്ങളുടെ ആസ്വാദനക്കുറിപ്പിൽ എന്തായാലും എഴുതിയിരിക്കണം. അതേപോലെ സവിശേഷ പ്രയോഗങ്ങൾ നോക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒക്കെ ഉൾക്കൊള്ളിച്ചിട്ടാണ് നിങ്ങളൊരു ആസ്വാദനക്കുറിപ്പ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ ആശയങ്ങളും അത്യാവശ്യം നിങ്ങൾ എഴുതണം കേട്ടോ. കാരണം 2 ലൈനിലൊന്നും നിർത്താതെ അല്ലെങ്കിൽ 2 സെൻറ്റൻസിലൊന്നും നിർത്താതെ ഞാനിവിടെ കൊടുത്തിട്ടുള്ള രീതിയിൽ ഇപ്പോൾ ഞാനിവിടെ അതിൻ്റെ ആൻസർ കൊടുക്കാം. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു നല്ല ആസ്വാദന കുറിപ്പ് എഴുതണം കേട്ടോ.
അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ കവിത വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ, കുട്ടി പനിനീർ പൂങ്കുല നുള്ളാനും അതിനെ ആസ്വദിക്കാനും ചെല്ലുമ്പോഴാണ് മുള്ളുകൾ തറയ്ക്കുന്നത്. പനിനീർ പൂവിൻ്റെ സുന്ദരമായ രൂപത്തിൽ മുള്ളുകൾ ഉണ്ട് എന്ന് കുട്ടി പഠിക്കുന്ന പാഠമാണത് എന്ന് അമ്മ തിരിച്ചറിയുന്നു. പൂ നുള്ളിയതിനോ കൈ മുറിഞ്ഞതിനോ അമ്മ കുഞ്ഞിനെ കുറ്റപ്പെടുത്തുന്നില്ല. കട്ടിലിൽ നിന്നും മരത്തിൽ നിന്നും വീണും നെറുകയും കൈയും പൂങ്കളും മുറിഞ്ഞിട്ടും അമ്മ കുഞ്ഞിനെ ശകാരിക്കുന്നില്ല. മനോഹരമായ ജീവിതത്തിൻ്റെ ആദ്യ പാഠങ്ങൾ സ്നേഹത്തോടെ പങ്കുവയ്ക്കുകയാണ് അമ്മ. ഇവിടെ ഈ മുറിവുകൾ എല്ലാം നിന്റെ ജീവിതത്തിൻ്റെ ഭൂഷണമായി വരുന്നു എന്ന് നീ ഒരിക്കലും കരയുകയോ ഭയക്കുകയോ വേണ്ട എന്നും അമ്മ പറയുന്നു. ഒപ്പം നിന്റെ ഏത് വീഴ്ചയിലും ഞാൻ നിന്നോടൊപ്പം ഉണ്ടാകുമെന്ന വലിയ ചേർത്തു നിർത്തലാകുകയാണ് അമ്മ. അപ്പോൾ ഇത്രയും കാര്യങ്ങളോട് കൂടി തന്നെ നിങ്ങൾക്ക് എനിക്ക് ഈ കവിതയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വരികൾ എന്ന് പറഞ്ഞിട്ട് അത് നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും വരികൾ കൂടി ഇതിൽ എഴുതി ചേർക്കാം കേട്ടോ. അപ്പോൾ സ്നേഹവും സൗഹൃദവും കരുതലും ഇങ്ങനെ എത്രയെത്ര കവിതകളുണ്ട്. അത്തരം കവിതകൾ കണ്ടെത്തി എഴുതി സൂക്ഷിക്കൂ. അപ്പോൾ ഇങ്ങനെ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ഒക്കെ ഒരുപാട് കവിതകൾ ഉണ്ടാവും അല്ലേ. അപ്പോൾ കുറച്ച് കവിതകൾ ഇതേ ഇവിടെ തന്നെ എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ കവിതകൾ കണ്ടെത്തിയിട്ട് സൂക്ഷിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. മാതാപിതാക്കളുടെ സ്നേഹം ലഭിക്കാതെ പോകുന്നവരെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതായത് നമ്മൾ മാതാപിതാക്കന്മാരുടെ സ്നേഹങ്ങൾ കിട്ടാത്തവരെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അത് വളരെ വിഷമകരമായിട്ടുള്ള ഒരു അവസ്ഥയാണല്ലേ. അപ്പോൾ എന്താണ് നമുക്ക് പറയാനുള്ളത്? ഇത്രയേറെ സ്നേഹം അനുഭവിക്കാൻ ഭാഗ്യം ചെയ്ത നമ്മൾ മാതാപിതാക്കളുടെ സ്നേഹം അനുഭവിക്കാൻ കഴിയാത്തവരെ കുറിച്ച് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? അപ്പോൾ മാത്രമാണ് ഈ ഭൂമിയിൽ എത്രമാത്രം ഭാഗ്യം ചെയ്തവരാണ് നമ്മളെന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവുകയുള്ളൂ കൂട്ടുകാരെ. നമ്മുടെ മാതാപിതാക്കൾ ജീവിക്കുന്നത് നമുക്ക് വേണ്ടിയാണ്. എന്നാൽ അവർക്ക് വേണ്ടി ജീവിക്കാൻ ആരാണുള്ളത് എന്ന് ചോദിച്ചു നോക്കുക. അവരിലൂടെ വേദനകൾ, പരാതികൾ, പരിഭവങ്ങൾ ഇവയ്ക്കെല്ലാം ആരാണ് താങ്ങായി ഉണ്ടാവുക? നിങ്ങൾക്ക് ഇത്തരം കൂട്ടുകാർ ഉണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് താങ്ങാവുകയല്ലേ വേണ്ടത്. അപ്പോൾ അതായത് നിങ്ങൾ പറയുന്നത് നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണല്ലേ. അവർ നമുക്ക് എല്ലാവിധ സപ്പോർട്ടും സ്നേഹവും കരുതലും എല്ലാം തരുന്നവരാണ്. അപ്പോൾ അവരില്ലാത്തൊരു ലോകം നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. എന്നിരുന്നാലും അങ്ങനെ കിട്ടാത്തവരും നമുക്കിടയിലുണ്ട്. അപ്പം അങ്ങനെയുള്ള കൂട്ടുകാർക്കൊക്കെ നിങ്ങളും സ്നേഹവും കരുതലും കൂടി കൊടുക്കാനാണ് പറയുന്നത് കേട്ടോ.